എൻ്റെ ഈശോയെ, ഒരു പകൽക്കാലം മുഴുവൻ അങ്ങ് എന്നെ നയിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കടങ്ങളും സന്തോഷവും നിരാശയും ആകുലതയും വിഷമങ്ങളും പ്രതിസന്ധികളും എന്തും അങ്ങയുടെ അനുവാദം കൂടാതെ എന്നിലേക്ക് കടന്നു വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കണ്ണുകൾ നനയാതെ കാത്തുകൊള്ളണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം എടുത്തു മാറ്റണമേ. എൻ്റെ ആവലാതികൾ പരിഹരിക്കണമേ. ഉത്തരമില്ലാത്ത എൻ്റെ അവസ്ഥകൾക്ക് അങ്ങ് മറുപടി നൽകണമേ. എൻ്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കോടൊപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞാൻ ഉറങ്ങുവാൻ പോവുകയാണ്. അങ്ങയുടെ കണ്ണുകൾ എൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ. രാത്രിയുടെ ആഴങ്ങളിൽ എന്നെ ആക്രമിക്കാൻ കൊതിക്കുന്ന എല്ലാ എതിർശക്തികളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. ഇന്ന് ഞാൻ അങ്ങേ എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ വേദനിപ്പിച്ചു എങ്കിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എന്നോട് കരുണ തോന്നണമേ. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രഭാതം അങ്ങ് എനിക്കായി നാളെ ഒരുക്കി തരണമേ. ഈ രാത്രിയിൽ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ മറച്ച് മാലാഖമാരുടെ സംരക്ഷണം നൽകി എന്നെ കാത്തുകൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.